ചേട്ടാ കുപ്പിയെല്ലായിട്ട് അങ്ങോട്ടാ. ഇതിനാന്ന് വെച്ചാല് നമ്മള് കുറെ സാധനങ്ങളൊക്കെ 2-3 ആഴ്ചയായിട്ട് വാങ്ങിച്ച കുപ്പികൾ വേണ്ടായിരുന്നു. ഈ നമ്മള് ഡ്രിങ്ക്സുകള് ഇത് ഡ്രിങ്ക്സ്, ഇതുപോലെ ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പിന്നെ വെള്ളം, ഇതിന്റെ ഒക്കെ കുപ്പികളുണ്ട്. അപ്പൊ നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ ഇവര് 25 ദിവസം നമ്മുടെ ഇത് പിടിക്കും. അപ്പൊ ഇത് നമ്മൾ തിരിച്ച് കൊണ്ടുപോയി കൊടുക്കുമ്പോ ആ 25 ദിവസം നമുക്ക് തിരിച്ചു കിട്ടും. ഇവിടെ 15. ശരി. ഇവിടെ ജർമ്മനിയില്, ഫ്രാൻസിലും ജർമ്മനിയിലൊക്കെയാണ്. ഇവിടെ 15 ദിവസമുള്ളൂ. ഇവിടെ ഹംഗറിയിലൊക്കെ 15 ദിവസം, സ്ലോവാക്കിയയില്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗുണമെന്ന് വെച്ചാൽ ഈ ആൾക്കാർ കുപ്പികൾ റോഡിൽ കൂടി എറിയൂല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ മന്ത്രിമാരും ഇവരൊക്കെ ഈ നാട് ചീറ്റാൻ തുടങ്ങിയിട്ട് അവന്മാർ സുവാസനമാണ്. ഇതൊക്കെ കണ്ടിട്ട് ഏതെങ്കിലും ടൗണിൽ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചാൽ മതി, ഇതുപോലെ ചവറാവില്ല. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കുപ്പി കുടിക്കും, റെയിൽവേ ട്രാക്കിലേക്ക് എറിയും, അല്ലെങ്കിൽ റോഡിലേക്ക് എറിയും, അത് വണ്ടി കയറി ചളങ്ങും, വീണ്ടും ഇവർ കൊണ്ടുപോകും. ഇത്രേ ഉള്ളൂ ഇതിന്റെ പരിപാടി. നമ്മൾ എടുക്കുക, കുപ്പി എടുക്കുക, പോയി അവിടെ പൈസ വന്നു. അങ്ങനെ ഓരോന്നിങ്ങനെ ഇടുന്നു. നമ്മൾ ഇതിൻ്റെ അകത്തുണ്ട്, ഇതിൻ്റെ അകത്ത് ഒരു ഇസഡ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇസഡ് ഈ അടയാളപ്പെടുത്താത്ത കുപ്പിയാണെങ്കിൽ നമുക്ക് തിരിച്ചു വരും. അത് നമ്മൾ വേസ്റ്റ് കളയണം. അങ്ങനത്തെ കുപ്പികളുണ്ട്. ഞാൻ ഇന്നലെ ഹംഗറിയിൽ നിന്ന് 2 കുപ്പികൾ വാങ്ങിച്ചായിരുന്നു. അത് അടയാളപ്പെടുത്താതെ തന്നെ റൂമിലിട്ടിട്ട് പോയേക്കുക. അത് നമ്മൾ വേറെ ഒന്നിച്ച് കൊണ്ടുപോയി വേസ്റ്റ് ആയിട്ട് കൊണ്ടുപോയി കളയും. ഇത് തലയിരിച്ചിട്ടുകൊണ്ടാണ്. ഇതിങ്ങനെ കഴിയുമ്പോൾ കൊണ്ടുപോകും. നമ്മുടെ ഒരാഴ്ചത്തെ കുപ്പികളാണ്. കുറച്ച് പൈസ ആയാലും നോക്കാം, എത്ര പൈസ നോക്കാം. 10 ബീർ കിട്ടാനുള്ള പൈസ കിട്ടുമെന്ന് നോക്കാം. ഇത് നമ്മൾ വേറെ ഒന്നിനും ഉപയോഗിക്കില്ല. ഇത് വെള്ളം വാങ്ങിക്കാനും ബീർ വാങ്ങിക്കാനും ഉപയോഗിക്കുള്ളൂ. നമ്മൾ ആഴ്ചയിൽ 1 ദിവസമൊക്കെ ഉള്ളൂ മദ്യം കഴിക്കലുള്ളൂ. അപ്പോൾ ഈ ബീർ കഴിക്കലൊക്കെ ഉള്ളൂ. അപ്പോൾ വെള്ളി ശനിയൊക്കെ ഒന്ന്, വെള്ളിയാഴ്ച വൈകുന്നേരമാണ് സാധാരണ ഇടിയിൽ. ഇന്ന് ഞാൻ 2 ദിവസം നേരത്തെ വന്നു മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ തന്നെയൊന്നുമില്ല, ഇവിടുത്തെ ആൾക്കാർ കൊണ്ടുവരുന്നത് കൂടുകൾ നിറച്ചാണ് കൊണ്ടുവരുന്നത്. നമ്മൾ ഓർക്കണം, ആദ്യമൊന്നും ഞാൻ കൊണ്ടുവരില്ലായിരുന്നു, നമുക്ക് നാണക്കേടായിരുന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ വല്ല സൂട്ടും കൂട്ടൊക്കെ ഇട്ടുവരാ വന്നത്. ബെൻസിൽ വരെ ഈ സാധനം കൊണ്ടുവരുന്നത്. കാരണം അവരെ വീട് വൃത്തികേടാക്കേണ്ട കാര്യമല്ല. കഴിഞ്ഞു. €3.75 ഇത്രയും പൈസ നമ്മളിവിടെ നിൽക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് റെസിപ്റ്റ് വന്നു. ഈ റെസിപ്റ്റ് നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ ഈ സാധനം കൊടുക്കുക. ഇത് നമ്മൾ അങ്ങനെ കൊടുത്താൽ ഒരു €3.75 സാധനം വാങ്ങിച്ചിട്ട് ഇത് കൊടുത്തു കഴിയുമ്പോൾ ഇതിന് മൈനസ് ചെയ്യും. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്നു.